പ്രതികാരം തട്ടിക്കളയേണ്ടവരുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഇറാൻ പത്രമാണ് ഇത്തരത്തിൽ 13ഓളം വരുന്ന ലോക നേതാക്കളുടെ ലിസ്റ്റ് പുറത്തു വിട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ശനിയാഴ്ച. അതിൽ ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ട്, മെലോണി ഇറ്റലിയുടെ പ്രധാനമന്ത്രിയുണ്ട്, ബ്രിട്ടീഷ് PM സ്റ്റാമറിൻ്റെ ചിത്രം നമുക്കതിൽ കാണാം. അങ്ങനെ 13 പേരടങ്ങുന്ന തട്ടിക്കളയേണ്ടവരുടെ പ്രതികാരത്തിൻ്റെ ലിസ്റ്റ്, റിവഞ്ച് ലിസ്റ്റ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഹംഷാഹിരി എന്ന് പറയുന്ന ഇറാനിലെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ദിനപത്രം, അതിൻ്റെ ഫ്രണ്ട് പേജിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ വീണ്ടും ഇറാൻ US സംഘർഷം കൂടുതൽ സങ്കീർണമാവുകയാണ്. കുറച്ച് ദിവസത്തേക്ക് അത് ചെറിയൊരു ശാന്തിയൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ഓഫ് ഹോർമുസിൽ ഇപ്പോഴും വീണ്ടും കലാപം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അതെ. അപ്പം ഇത് എവിടെയാണ് ചെന്നെത്തുക എന്നുള്ളതാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു ആഗ്രഹവും താല്പര്യവും പ്രധാനമായിട്ടും ഇറാനില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഈ ഖമേനിയുടെ ഫ്യൂണറലിന് ശേഷം മകൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, വെഞ്ചൻസ് ഇസ് ദ വിൽ ഓഫ് അവർ നേഷൻ ആൻഡ് മസ്റ്റ് ഇൻഎവിറ്റബിളി ബി ക്യാരിഡ് ഔട്ട് എന്നാണ്. പ്രതികാരം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ഇച്ഛയാണ്, അതെന്തായാലും നടപ്പിലാക്കും. അതായത് എല്ലാവരെയും തട്ടിക്കളയും, എൻ്റെ തന്തയെ തീർത്തവന്മാരെ ഞങ്ങൾ തട്ടിക്കളയെന്നാണ് സാറേ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പം ഇത് എവിടെ ചെന്നെത്തും? ഈ ലിസ്റ്റ് എന്താണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്? ഇങ്ങനൊരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാതെ അല്ല, ഞങ്ങളിങ്ങനെ റിട്ടാലിയേറ്റ് ചെയ്യാൻ പോവാണ്, അല്ല യൂറോപ്യൻ്റെ നേതാക്കന്മാരെ കൊല്ലാൻ പോവാണ്, ട്രംപിനെ ഉൾപ്പെടെ ഇല്ലാതാക്കാൻ പോവാണ്, അങ്ങനെ ഞങ്ങൾ പ്രതികാരം ചെയ്യും എന്ന് പറയാതെ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്, ഇറാൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇറാൻ ജനതയുടെ മുമ്പിൽ ചെന്ന് നോക്കാൻ പറ്റുമോ? നാണക്കേടല്ലേ? നാണക്കേട്. തങ്ങളെ തോൽപ്പിക്കപ്പെട്ടു എന്നുള്ള ധാരണ. അതുകൊണ്ടാണ് ഈ തോൽപ്പിക്കപ്പെട്ടു എന്നുള്ള ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ട്രംപും ഇറാനും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പൂച്ചയില്ലെങ്കിൽ കളിക്കുന്നത്. ആര് തോറ്റു ആര് ജയിച്ചു നമുക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഇന്നൊരുത്തം പറയും ഞാൻ എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയും, പിറ്റേ ദിവസം അവിടെ വീണ്ടും ഇതാട്ടെ. പിന്നെ രണ്ടാമത്, ഇറാൻ അങ്ങനെ കൊല്ലണമെന്ന് വാശിയുണ്ടായിരുന്നെങ്കിൽ ഈ യുദ്ധകാലത്ത് ഇറാൻ അയച്ച മിസൈലുകളൊക്കെ ഏത് രാജ്യങ്ങൾ ലക്ഷ്യമിട്ടാണ് പോയത്? ഗൾഫ് രാജ്യം. ഈ പറഞ്ഞ ഏതെങ്കിലും രാജ്യമുണ്ടോ? താങ്കൾ പറഞ്ഞ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വല്ല മിസൈൽ പോയിട്ടുണ്ടോ? അവർക്ക് ഈ യുദ്ധം കൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായിട്ടുണ്ടോ? ഇതില്ലാത്ത ഇത് അവർക്ക് ജനങ്ങളോട് പറയാനൊരു ന്യായീകരണം വേണം. അമേരിക്ക ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും. ഇവിടം വരെ നമ്മുടെ ഈ തമ്മനത്ത് വരെ കൈയടിക്കുന്ന ആളുകളുണ്ട് പറയുമ്പോൾ. ഉദാഹരണം പറഞ്ഞത്, അമേരിക്ക എന്താ ചെയ്യാൻ പോകുന്നത് ഭയങ്കര കൈയടിയാണ്, പക്ഷെ ഫലത്തിൽ നടക്കുന്നുണ്ടോ? ഇറാൻ്റെ തന്നെ ആലോചിക്കുക, എത്ര നേതാക്കന്മാരെ, ഖൊമേനി ഉൾപ്പെടെ എത്ര നേതാക്കന്മാർ അവരുടെ ജീവൻ വിലർപ്പിക്കേണ്ടി വരും? വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ ഓരോ സംഭവം കഴിയുമ്പോഴും പറഞ്ഞ നാളെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയും. ആരെങ്കിലും തിരിച്ചടിക്കാൻ പറ്റും? ഇസ്രായേലിലെ ഒരു ചെറിയ മന്ത്രിയെങ്കിലും, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെങ്കിലും കൊല്ലാൻ പറ്റിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്ക്. അത്രയ്ക്ക് ദുർബലമായ ഒരു സൈനിക സംവിധാനമാണ്. ഇസ്രായേലിലെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെ, നേതാവിനെങ്കിലും കൊല്ലാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് ഈ വാചടിക്കുന്നത്. അല്ല, പക്ഷെ അവരുടെ ഈ കുറേ കപ്പലുകൾ അതൊക്കെ കുറേ തകർന്നല്ലോ. അത് ഫിസിക്കൽ ഡാമേജ് ഏത് സമയത്തും ഉണ്ടാകാം. ഒരു കപ്പൽ കാർ നിർത്തിയിട്ടിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ ഡാമേജ്. ഉദാഹരണമാണ്, ഇവിടെ നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു കാർ നിർത്തിയിട്ടിരിക്കുക വലിയ പുള്ളിയുടെ, നമുക്കത് ഏത് സമയത്തും പോയി സൂത്രത്തിൽ പോയി മണ്ണെണ്ണ ഒഴിച്ച് 2 തീപ്പെട്ടികളിൽ മണ്ണെണ്ണയുടെ കാർ കത്തിക്കത്തില്ലേ? അത് വിപ്ലവമാണ്. നേരിട്ടൊരു ഏറ്റുമുട്ടലിന് പോകാൻ ഇറാനെ കൊണ്ട് പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഏറ്റവും വലിയ ശത്രു ആരാ? ഈ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ആരാ? ഇസ്രായേൽ അല്ല. അമേരിക്കയിൽ ഇസ്രായേൽ ഒന്നുമില്ല എന്നാണ് ഇവരും പറയുന്നത്. അമേരിക്കയാണ് ഇവരുടെ ശത്രു. കാരണം ഇസ്രായേലിനെ നിലനിർത്തുന്ന രാജ്യം എന്നുള്ള നിലയിൽ അമേരിക്കയാണ് ശത്രു. അപ്പോൾ ഈ അമേരിക്കക്കെതിരായി ഇതുവരെ ഒരു ആക്രമണം, ഒരു മിസൈലെങ്കിലും അങ്ങോട്ട് അയച്ചിട്ടുണ്ടോ? അമേരിക്കയുടെ താവളങ്ങൾക്ക് എനിക്ക് അത്രയും ദൂരത്താണ് കിടക്കുന്നത്. അതായത് അമേരിക്കയിൽ ആരെയും കൊല്ലാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അവർ ഇത്രയും ദൂരത്തായതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ കൊല്ലാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ അമേരിക്കയോട് പകരം? ഈ ഒരു യുദ്ധത്തിൽ ആർക്കാണ് കൂടുതൽ? ഇപ്പൊ ഖൊമേനി മരിച്ചു, കൊല്ലപ്പെട്ടു, അതൊക്കെ ഓക്കെ. അതിനുശേഷം ഉണ്ടായിരുന്ന കുറേയധികം സംഘർഷങ്ങളുണ്ടല്ലോ, അതിൽ ആർക്കാണ് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്? തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ശരിക്കും ചെറിയ ചെറിയ തിരിച്ചടികൾ ഖത്തറിനും അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് UAE-ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സൈനിക ബാലൻസ് ഓഫ് പവർ, സൈനിക ബാലൻസിൻ്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടി. കാരണം ഒന്ന്, ഷിയ സുന്നി തർക്കം വളരെ
രണ്ട് അറബ് വിഭാഗങ്ങളെയും അല്ലെ രണ്ട് ഇസ്ലാമിക ചേരികളെയും രണ്ടാക്കി നിർത്തുന്നതിൽ ആരും വിജയിച്ചു? അമേരിക്ക വിജയിച്ചു. അത് വലിയ നേട്ടമാണ്. ചിലപ്പോൾ നാളെ യുദ്ധം ഇവർ തമ്മിലാവും, അമേരിക്ക മാറി കൈ നോക്കിയിരിക്കും. പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. ആ ഇത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇറാൻ തകർന്നിരുന്നെങ്കിലോ മുസ്ലിം രാജ്യങ്ങളുടെ മേധാവിതാരായി വരും, സുന്നികളിലായി വരും. ഇറാൻ തകർന്നു പോയിരുന്നെങ്കിൽ, ഇറാനെ തകരാതെ നോക്കേണ്ട ആരെയും മുതലേ ഇവർ ബാലൻസ് ചെയ്ത് ഒപ്പം ഏറ്റുമുട്ടാൻ റെഡിയായിട്ട് ഷികളും സുന്നികളും നിൽക്കുന്നിടത്തോളം മാത്രമേ അമേരിക്കയുടെ റോളുള്ളൂ. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഉള്ളതിലാവും. കാരണം എല്ലാം കൂടെ അവൻ്റെ വരും. ആ ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് അമേരിക്ക കളിക്കുന്ന രാഷ്ട്രീയ നാടകം മാത്രമേ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സമയത്ത് അമേരിക്കയ്ക്ക് അകത്ത് കയറി ഒരു മിസൈൽ അയക്കണമെന്ന് തോന്നാത്തന്നെ. പിന്നെ നമ്മൾ അറിയുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ കള്ളക്കടത്ത് പോലും ഇവർ നടത്തിക്കൊണ്ടിരുന്നു. എണ്ണയുടെ അമേരിക്ക നടത്തിയിട്ടുണ്ട്. ഇറാൻ ഉപരോധത്തിന് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എണ്ണ കച്ചവടം മറ്റ് രാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അവർ ഉപയോഗിച്ച രണ്ടു കൂട്ടർ ഉപയോഗിച്ച സ്ട്രാറ്റജി. ഇവിടെ ഇറാന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു വിശദീകരണം, ന്യായീകരണം, അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ അങ്ങോട്ട് കയറി ചൊറിയാൻ നിന്നില്ല. ഇങ്ങോട്ട് കയറി എന്തിനാണ് US-ഉം ഇസ്രായേലും ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത്? അവരുടെ പിന്നിലുള്ള ന്യായീകരണം എന്തായിരുന്നു? ഇത് ന്യൂക്ലിയർ ആയുധം അവർ ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ തളർത്താൻ വേണ്ടിയിട്ടാണ്, ആ ഡെവലപ്മെന്റിനെ ഇല്ലാതാക്കാനാണ്. നിരവധിയായിട്ടുള്ള സന്ദേശങ്ങൾ നമ്മൾ മുമ്പേ പറഞ്ഞു, അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പൊ അതിന്റെ ഒന്നും വിശദീകരണങ്ങൾ നൽകാൻ ഇറാൻ തയ്യാറായില്ല. രഹസ്യമായിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം തുടങ്ങി വെച്ചതിന്റെ, അല്ലെങ്കിൽ ഈ സംഘർഷം സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലും പിന്നീട് ലോകം മുഴുവൻ അതിന്റെ അലയൊലികൾ എത്തിപ്പിച്ചതിൽ യഥാർത്ഥ കാരണക്കാർ ആരാണ് എന്നുള്ളതാണ്. യഥാർത്ഥ കാരണക്കാര് അമേരിക്കൻ സാമ്രാജ്യത്വം തന്നെയല്ലേ? അമേരിക്ക ഒരു ഒറ്റ കാര്യം കൊണ്ട്, കുവൈറ്റ് ഏത് രാജ്യമാണ്? ഏത് രാജ്യമാണ് കുവൈറ്റ്? ഇസ്ലാമിക രാജ്യമാണോ? ഇസ്ലാമിക രാജ്യം. ഇസ്ലാമിക രാജ്യം. കുവൈറ്റ് ഇനി ഭൂപടത്തിൽ നിൽക്കുന്നത് ആര് കാരണം? കുവൈറ്റ് ഒരു രാജ്യമായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്, നമ്മുടെ വേൾഡ് മാപ്പ് എടുത്താൽ കാണാൻ ആ രാജ്യത്തെ കണ്ടെത്താൻ പറ്റുന്നത് ഇന്ന് അമേരിക്ക കാരണം. കുവൈറ്റ് മുഴുവൻ പിടിച്ചെടുക്കാറ് സദ്ദാം ഹുസൈൻ. ഓർക്കുന്നുണ്ടോ? സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച് പൂർണ്ണമായിട്ട് കീഴടക്കി. സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ നിന്നും കുവൈറ്റ് മോചിപ്പിച്ചാരാ? ഇത് ആ സദ്ദാം ഹുസൈൻ തന്നെ പറ്റി. ഇതുപോലെ തന്നെ ഇറാൻ്റെ കൂട്ട് തന്നെ വിപ്ലവം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് സദ്ദാം ഹുസൈൻ. അമേരിക്ക പാഠം പഠിപ്പിക്കും. ഇവിടെ എല്ലാം രാജീവ് ഗാന്ധി ഞങ്ങളുടെ സദ്ദാം രാജീവ് ഗാന്ധി മുദ്രാക്കൊക്കെ വിളി കേരളത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് മാത്രം ആരാധനയോടെയാണ് ലോക മുസ്ലിം ആരെ കണ്ടിരുന്നത്? സദ്ദാം ഹുസൈനെ കണ്ടത്. പക്ഷെ സദ്ദാം ഹുസൈൻ എന്നെ പറ്റി. അങ്ങനെയാണ് ഗദ്ദാഫി ഉണ്ട്, ഇതുപോലെ തന്നെ വീര്യം പറഞ്ഞിരുന്നവരാണ്. അപ്പോൾ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഇത് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും സമയത്ത് അമേരിക്ക ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗം ആരെ സഹായിക്കും? അമേരിക്ക സഹായിക്കും. ഒന്നുകിൽ ഷിയ സഹായിക്കും, അല്ലെ സുന്നി സഹായിക്കും. അമേരിക്ക മറിച്ച് ഇവരിൽ ആരെങ്കിലും ഒരാളെ സഹായിച്ച് മറ്റവനെ അങ്ങ് തീർക്കാൻ തീരുമാനിച്ചാൽ ഇല്ല, ഷിയ കാണിയാൽ അല്ലെ സുന്നി കാണിയാൽ. ഞാൻ ചോദിച്ചത് അതൊക്കെ ശരി, ഇവിടെ ഈ യുദ്ധം ആരാ തുടങ്ങി വെച്ചത്? സംശയം ഇപ്പം ഈ ഒക്ടോബർ 27 ശേഷമുള്ള യുദ്ധം തുടങ്ങിയത് ഹിസ്ബുള്ളയും ഹമാസും ചേർന്ന് തുടങ്ങിയ ആക്രമണം. ഹിസ്ബുള്ളയും ഹമാസിനും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇവരാണ്, ഇറാനാണ്. അവർക്ക് ആയുധം കൊടുക്കുന്ന ഇറാനാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന് കാരണം. അതുകൊണ്ടാണ് അമേരിക്ക ഖൊമേനിയെ കൊന്നത്. അതാണ് അടിസ്ഥാന കാരണം. അല്ല, ഖൊമേനിയെ കൊല്ലുക എന്നൊരു മുന്നറിയിപ്പും കൂടിയാണ്. സൗദിക്ക് ഒരു അഷുറൻസാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ കീഴിൽ നിൽക്കുന്ന ഒരു ഇറാനിയൻ ഭരണകൂടത്തോടെ കൊണ്ടുവരാൻ നോക്കുകയാണ്. സൗദിക്ക് ഒരു അഷുറൻസ് കൊടുക്കണ്ടേ? ഈ മകനെ ഇപ്പൊ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിയിപ്പിക്കും? മകനെ മനസ്സിലാക്കണം. ഖൊമേനിയുടെ മകനാകെ വല്ലാത്ത അസ്വസ്ഥതപ്പെട്ടിരിക്കുകയാണ്. എന്റെ തന്തയെ കൊന്നു, ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ നാണം കെട്ട് ഇരിക്കുകയാണ്. കാരണം തന്തയെ പ്രൊട്ടക്ട് ചെയ്യാൻ മകന് പറ്റിയില്ല. അപ്പം മകന്റെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞവരെല്ലാം കൊല്ലുക എന്നുള്ളത്, പ്രതികാരം തീർക്കുക എന്നുള്ളതാണ്. പ്രതികാരം, അതാണ് മകന്റെ ഉള്ളിൽ ഇങ്ങനെ ത്രസിച്ച് നിൽക്കുന്നത്. ഏറ്റവും ആദ്യം കൊല്ലേണ്ടത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ. നെതന്യാഹുവിന്റെ മനസ്സിൽ പ്രതികാരമില്ല. അവന്റെ കുടുംബക്കാരെ സ്വന്തക്കാരെ മുഴുവൻ പണ്ട് ഇസ്രായേൽ ജൂതന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞ ഈ ഒക്ടോബർ 27. അപ്പോൾ അവരുടെ മനസ്സിൽ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ മാത്രം ഉണ്ടാകുന്ന സാധനമാണോ?
എന്തായാലും പ്രതികാരമുണ്ട്, സംഭവിച്ചു. പ്രതികാരമുണ്ട്. അത് ഒരു രാജ്യത്തിന്റെ മനസ്സിലോ ഒരു ജനതയുടെ മനസ്സിലോ മാത്രം ഉണ്ടാകുന്ന വികാരമല്ല, എല്ലാവരുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും പ്രതികാരമുണ്ട്. നമുക്ക് പാകിസ്ഥാനുണ്ട്. പ്രതികാരമാണ് യുദ്ധത്തിന്റെ അടിസ്ഥാനം തന്നെ. പ്രതികാരം, പക, മറ്റ് പക, പ്രതികാരം, പക. പിന്നെ സമ്പത്തിനോട് ഇപ്പോൾ എണ്ണ ഖനികൾ പിടിച്ചെടുക്കാനുള്ള താല്പര്യം അമേരിക്കയ്ക്കുണ്ടാവും. ഇതിൻ്റെ അകത്ത് ലാഭം ഉണ്ടാക്കാൻ പോകുന്ന ഏക രാജ്യം അമേരിക്കയാണ്. എണ്ണ സൈനികൻ ലാഭ, പിന്നെ ആയുധ വിൽപ്പന. അമേരിക്കയുടെ എത്ര കോടി രൂപയുടെ ആയുധം അമേരിക്കയ്ക്ക് ഇപ്പോൾ വിൽക്കാൻ പറ്റി കാണും. അതുപോലെ ചൈനയ്ക്കും റഷ്യയ്ക്കും പറ്റി കാണും. അവർക്ക് ലാഭമാണോ നഷ്ടമാണോ യുദ്ധം? യുദ്ധത്തെ ലാഭമായി കരുതുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഈ ലിസ്റ്റിൽ ആരുടെയൊക്കെ പേരുണ്ട് നമുക്കൊന്ന് വായിക്കാം. ഒന്ന് ഡൊണാൾഡ് ട്രംപ്, പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ബെഞ്ചമിൻ നെതന്യാഹു, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ. നമുക്ക് ആ ലിസ്റ്റ് ആ പത്രത്തിന്റെ അതേ കട്ടൗട്ട് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ജോർജ് മെലോണി, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇറ്റലി. കീർ സ്റ്റാമർ, പ്രൈം മിനിസ്റ്റർ ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം. ഇമാനുവൽ മാക്രോൺ, പ്രസിഡന്റ് ഓഫ് ഫ്രാൻസ്. ഫെഡറിക് മേഴ്സ്, ചാൻസലർ ഓഫ് ജർമ്മനി. ഇസ്രായേൽ കാട്സ്, ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി. ജിയോൺ സാർ, ഇസ്രായേലിന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി. ഇയാൽ ജാമീർ, ചീഫ് ഓഫ് ദ ജനറൽ സ്റ്റാഫ് ഓഫ് ദ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ്. മാർക്കോ റൂബിയോ, US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. പീറ്റ് ഹെഗ്സെത്ത്, US സെക്രട്ടറി ഓഫ് ഡിഫൻസ്. ജനറൽ മൈക്കിൾ ഖുർല ബ്രോഡ് കോപ്പർ തുടങ്ങിയ ഏതൊരു ഉദ്യോഗസ്ഥനാണ്. US സെൻട്രൽ കമാൻഡറാണ്. മൈക്ക് ഹുക്കാബി, US അംബാസിഡർ ടു ഇസ്രായേൽ. തുടങ്ങിയ 13ഓളം ആളുകളുടെ ലിസ്റ്റാണ്. ആരൊക്കെയാണ് ആ നേതാക്കൾ എന്നുള്ളതാണ് ഇതിലിപ്പം പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്തിനാണ് യൂറോപ്പിന്റെ നേതാക്കളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? യൂറോപ്പിനോട് എന്തിനാ പക? ഞാൻ ഒരു സംശയം തിരിച്ച് അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇവരെ കൊല്ലുന്ന സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം എന്നോട് പറയാം, ഗൾഫ് നേതാക്കൾ ആരുമില്ല. അതാണ് അങ്ങോട്ട് മിസൈൽ അയക്കാൻ ചാവുമെങ്കിൽ ചാവും. മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്ന ആരെ കൊല്ലാൻ ഇപ്പം നോക്കിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരെ? മിസൈൽ അയച്ച കപ്പലുകളും തുറമുഖങ്ങളും ഒക്കെ നശിപ്പിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ അവിടുത്തെ നേതാക്കന്മാരെ കൊല്ലാൻ. ഇത് US സൈനിക താവളങ്ങളുള്ള രാജ്യങ്ങൾ എന്നാണെങ്കിൽ ഭംഗിയാക്കി പറയുന്നു. ഇവരെ ആക്രമിക്കാൻ വരുന്നുള്ളവരും പണ്ട US അവിടുന്ന് എത്ര കപ്പൽ നശിച്ചിട്ടുണ്ട് US ആ ലിസ്റ്റ് ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. എത്ര അമേരിക്കൻ കപ്പലുകൾ നശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്, എത്ര അമേരിക്കക്കാരെ കൊല്ലാൻ പറ്റിയിട്ടുണ്ട്, എത്ര ഇസ്രായേലികളെ കൊല്ലാൻ പറ്റും. എന്നിട്ട് പറ കണക്ക്. മരിക്കുന്ന മുഴുവൻ ആരാ? എന്നിട്ട് ഞങ്ങൾ ജയിച്ചെന്ന് പറയണം. നമ്മുടെ ഇവിടെ ഇലക്ഷന് പിണറായി വിജയൻ പറയുന്നില്ല, ഞങ്ങൾ തോറ്റിട്ടില്ല, തോക്കാൻ മടിയെന്ന്. തോറ്റ് മുഴുവൻ തകർന്നിരിക്കില്ലേ? അപ്പോൾ തകർന്ന ആ രീതിയിൽ ഇറാനെ നിലനിർത്തുക എന്നുള്ള ആരുടെ ആവശ്യം? അമേരിക്കക്കാരൻ പറഞ്ഞതിനുള്ള ഭരണാധികാരിയാകണം. അവിടെ കൊണ്ടുവരും പാവ ഗവൺമെൻറ് അല്ലെ പപ്പറ്റ് എന്ന് പറയും. ഈ ഇത്രയും പേരെ കൊല്ലണമെങ്കിൽ ഒറ്റ എളുപ്പവഴിയല്ല. യൂറോപ്യൻ യൂണിയൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ചെന്നൊരു ബോംബിട്ടാൽ തീരാനുള്ളതേ ഉള്ളൂ. ഇറാൻ്റെ ആ ഒരു ഡ്രോൺ അങ്ങോട്ട് അയച്ചപ്പോൾ ഒറ്റ രാജ്യത്തേക്ക് അയച്ചിട്ടുണ്ട്. യൂറോപ്യൻ കപ്പലുകൾ എത്രയാണ് നശിച്ചിട്ടുണ്ട്. പണ്ട് പാവം പിടിച്ച് ഇന്ത്യയുടെയൊക്കെ കൊടിയും കൊണ്ടൊക്കെ പോകുന്ന കപ്പലിനിട്ട് അവന്മാർ മിസൈൽ അയക്കണം. US എത്ര കപ്പലുകളിലൂടെ പോകുന്നുണ്ട്? ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? വയ്ക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇത് പരസ്പര ധാരണ ഒരു ടോപ്പ് ലീഡർഷിപ്പ് ഗവൺമെൻറ് ഇറാൻ്റെയും അല്ലെങ്കിൽ ഈ മുസ്ലിം ലോകരാജ്യങ്ങളുടെയും US ഇസ്രായേലിൻ്റെയും ഒക്കെ ഉൾപ്പെടെ ഒരു ടോപ്പ് ലീഡർഷിപ്പ് ധാരണ നടത്തും. പക്ഷേ ഒരു ഒത്തുതീർപ്പിലേക്ക് പരസ്യമായിട്ട് സമ്മതിച്ചാൽ ആരെങ്കിലും ഒരാളെ തോറ്റെന്ന് സമ്മതിക്കേണ്ടി വരും. അതിന് രണ്ട് കൂട്ടരും തയ്യാറില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. രണ്ട് കൂട്ടരുടെയും ഉള്ളിൽ പ്രതികാരം, പക, വെറുപ്പുണ്ട്. ഏതെങ്കിലും ഒരു കൂട്ടർ നമ്മൾ ഒത്തുതീർപ്പിന് തയ്യാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തോറ്റതിന് തുല്യമാണ്. അതുകൊണ്ട് തോൽക്കാൻ തയ്യാറല്ല. തോൽക്കാൻ തയ്യാറാത്തത് കൊണ്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടേയിരിക്കും. നിന്നെ പിന്നെ കണ്ടോളാം അതാണ് മുദ്രാവാക്യം. എന്തായാലും ഇവരുടെ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം ഇടം പിടിച്ചിരിക്കുന്ന രണ്ട് പേര് എന്ന് പറയുന്നത് ട്രംപും നെതന്യാഹുവാണ്. ട്രംപിനും നെതന്യാഹുവിനും അങ്ങ് ഇറാനിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ വരെ ഇത് കാണുന്ന നിരവധിയായിട്ടുള്ള ആളുകൾക്ക് പോലും ശത്രുതയുണ്ട്. ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ, ഏത് നെതന്യാഹുവും ട്രംപും തീർന്നു കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായി എന്ന് പറയുന്ന തോന്നൽ ഉൾക്കൊള്ളുന്ന കുറെ പേരുണ്ട്. മറിച്ചൊന്നും ആലോചിക്കുക, ഇറാന്റെ കൊമേനിമാരും പൗരോഹിത്യവർക്കും തീർന്നു കിട്ടിയിരുന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യയിൽ ഇഷ്ടംപോലെ ആൾക്കാരന്മാരും ഇറാൻ മൊത്തം തീർന്നതിലും സങ്കടമില്ലാത്തവരുണ്ട്. അതായത് സൗദി ഇറാൻ മൊത്തത്തിൽ തീർന്നാൻ ആഗ്രഹിക്കുന്ന. അപ്പോൾ ഈ പക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഓരോരുത്തരും അവരുടെ അതായത് സാറ് പറയുന്നത് ഈ പ്രതികാരം എന്ന് പറയുന്നത് ഷിയകൾക്കും സുന്നികൾക്കും ഇടയിലും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്.
പഴയ കുരിശ് യുദ്ധം ക്രിസ്ത്യാനി മുസ്ലിമും തമ്മിലുള്ള യുദ്ധമല്ലായിരുന്നു. ഇപ്പൊ ഈ ക്രിസ്ത്യാനികളുടെ സംരക്ഷകൻ എന്ന നിലയിലാണ് യു എസ് ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ ബിംബമായിട്ട് നിൽക്കുന്നത്. ഈ ക്രൈസ്തവരെ സംരക്ഷിക്കാനായിട്ട് മുസ്ലിം വിരോധം പറയുകയും ചെയ്യും ആര്? ട്രംപ്. ഖമേനി നിൽക്കുന്നത് എന്താണ്? വെസ്റ്റ് ഒരു വിഷമാണ്, ഖുറാൻ വെസ്റ്റ് ഒരു വിഷമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഇറാന്റെ മെയിൻ ഐഡിയോളജി തന്നെ. വെസ്റ്റ് ഒരു വിഷമാണ്, അതിനെ നമ്മൾ ചെറുത്ത് നിൽക്കണം. ഒരു തുരുത്തായിട്ട് ഇറാൻ ഇങ്ങനെ വികസിച്ച് ലോകം മുഴുവൻ കീഴടക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇറാൻ നിൽക്കുന്നത്. ഈ ഇറാൻ ലോകം മുഴുവൻ കീഴടക്കുമ്പോൾ ആ കീഴടക്കലിന്റെ ഭാഗമായിട്ട് വാഷ്ഡ് ഔട്ട് ആവുന്ന പല സംസ്കാരങ്ങളും പല കൾച്ചറുകളൊക്കെ ഉണ്ട്. ഇറാനിയൻ സംസ്കാരം തന്നെ ഉദാഹരണമല്ലേ? പേർഷ്യൻ സംസ്കാരമാണ് വാഷ് ഔട്ടായി ഇറാൻ ആയത്. അപ്പൊ ഈ ഇസ്ലാമിസ്റ്റുകളെ എന്തുകൊണ്ട് ലോകം ഭയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഈ ഒരു തോന്നലാണ്, ഈ ചിന്താഗതിയാണ്. ഭയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങളെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവരെ വെറുത്തു തുടങ്ങി ഇവരുടെ പെരുമാറ്റം കാരണം. ഇവരേത് ആൾക്കൂട്ടത്തിൽ കൊണ്ടു നിർത്തിയാലും ഇവർ മറ്റുള്ളവർക്കിട്ട് പാര വയ്ക്കാൻ നോക്കും. ഇസ്ലാമിസ്റ്റുകൾ അവരുടെ കൂടെ നിൽക്കാൻ അവർക്ക് പറ്റില്ല, കാരണം അവർ കാഫിറുകൾ. ഏത് കൂട്ടത്തിൽ കൊണ്ട് നിർത്തി അഭയാർത്ഥി ക്യാമ്പിൽ കൊണ്ട് കുഷ്ഠരോഗികളുടെ കൂടെ കൊണ്ട് നിർത്തിയാലും ഇവന്മാർ ഇത് തന്നെ ചെയ്യും. ഖുറാൻ ബുക്ക് പിടിച്ചുകൊണ്ട് വരും, ബാക്കി ബൈബിളോ ഗീതയോ ഒക്കെ വായിക്കുന്നതന്നെ കൊല്ലാൻ നോക്കും. അത്തരം ഒരു കൾച്ചറാണ് ഇവർ കുഞ്ഞു നാൾ തൊട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനൊരു അവസാനം ഉണ്ടാണ്. ഇപ്പോൾ സൗദിയിലൊക്കെ മാറ്റം ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കാനും കാർ ഓടിക്കാനും ഒക്കെ പോകുന്നുണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ ഒന്നും വേണ്ടല്ലോ, വടകര തസ്ലീമ ഫൈലിയ അല്ലേ? തസ്ലീമ മത്സരിച്ചില്ലേ, ജയിച്ചില്ലേ? വടകരയല്ല, അത് പേരാമ്പ്ര. ഫാത്തിമ തെഹലിയ. അതൊക്കെ ഇതൊന്നും ചെറിയ മാറ്റമല്ല, വലിയ മാറ്റം, സാമൂഹികമായ മാറ്റം. ഇത് കാണുന്നവരും മനസ്സിലാക്കുന്നവരും ആ സമൂഹത്തിൽ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാൽ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത കാന്തപുരത്തെ പോലുള്ളവരും കാണും. ഇപ്പോൾ രണ്ടു കൂട്ടരും കാണും. അപ്പോൾ അതെല്ലാ വിഭാഗത്തിൽ ഹിന്ദുമതത്തിലില്ലേ? BJP തീവ്രത ഇഷ്ടപ്പെടാത്ത എത്രയോ ആൾക്കാർ ഹിന്ദുമതത്തിലുണ്ട്. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നവരാണല്ലോ? അല്ല, വളരെ ചുരുക്കം വരെ പോകുന്നു. പക്ഷെ അവർ അമ്പലത്തിൽ പോകാത്തവനും ഹിന്ദുമത വിശ്വാസിയായിരിക്കും. അങ്ങനത്തെ ഇതാണ്. ആ കൾച്ചറൽ ആയിട്ടുള്ള വളർച്ച ഒരു ഘട്ടത്തിൽ ഇവർക്കുണ്ടാകാതെ പോയി. അതിന് ആ സിറ്റുവേഷൻ മാറി വരുമ്പോഴാണ് ഇപ്പോൾ നാസറിൻ്റെ കാലത്തെ ഈജിപ്ത് വല്ല കുഴപ്പമുണ്ടോ? നാസറിൻ്റെ കാലത്തെ ഈജിപ്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കുറേ അധികം ആളുകൾ കമൻറ്റ് ചെയ്യുന്നതും അഭിപ്രായം പറയുന്നതും കാണാം. അതിൽ അവർ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾ ലോകത്തിൻ്റെ ക്യാൻസറാണ്. വളരെ പച്ചയ്ക്ക് തുറന്നു പറയുന്ന എത്രയോ പേരുണ്ട്. ഇസ്ലാമിസ്റ്റുകൾ ലോകത്തിൻ്റെ ക്യാൻസറാണ്. ഞാൻ എൻ്റെ ഞാൻ ചേർക്കും പുറകിൽ ചില ആളുകൾ ഇഷ്ടംപോലെ നല്ല മനുഷ്യരുണ്ട്, ഇഷ്ടംപോലെ. തീർച്ചയായിട്ടും. അതേപോലെ ഈ അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തിന്റെ ക്യാൻസർ ആണല്ലോ. അല്ല, ഇത് ഞാൻ ഒറ്റ ഉദാഹരണം. ക്യാൻസർ ആണെങ്കിൽ കുവൈറ്റിൽ നിന്ന് ക്യാൻസർ പിടിക്കാതെ മരിക്കാതെ ജീവിച്ചിരിക്കുന്ന അമേരിക്കക്കാരനാണ്. കുവൈറ്റിൽ ഇസ്ലാമല്ലേ ഉള്ളത്? അവരും വായിക്കുന്ന ഖുറാനല്ലേ? അവരെ കൊന്നുകളഞ്ഞിരുന്നെങ്കിൽ, അത് കൈയടക്കിയിരുന്നെങ്കിൽ ആരാ കൈയടക്കം വന്നിരുന്നത്? സദ്ദാം അല്ലേ? അതും ഖുറാൻ പിടിച്ചോണ്ടല്ലേ വന്നത്. അപ്പോൾ ക്യാൻസർ ആരുടെ മനസ്സിലാണ് യഥാർത്ഥത്തിൽ പ്രതികാരമുള്ളത്? പ്രതികാരം അമേരിക്കയ്ക്ക് പ്രതികാരമൊന്നുമില്ല. കാശം കൊടുത്താൽ തിരുന്ന് പ്രതികാരമുള്ളൂ. ഇവർക്ക് കാശല്ല, മതപരമായ ആചാരങ്ങളൊക്കെ ഇവർക്ക് മതപരമായ പ്രതികാരം ഉണ്ടാകും. കാരണം അവർ വേറൊരു മതത്തെ അംഗീകരിക്കുന്നില്ല, കാഫിറുകളായിട്ടാണ് കാണുന്നത്. അവരുമായിട്ട് ഒരു തരത്തിൽ ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിച്ചു വന്നവരാ. ഇപ്പോൾ കുറേശ്ശെ ഡീകൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എന്തായാലും പ്രതികാരവും പകയും വെറുപ്പ് ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ലോക നേതാക്കൾ ഉള്ളിടത്തോളം കാലം ലോകത്തൊരു ശാന്തി ഉണ്ടാകില്ല, യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും സംഭവിക്കാൻ പോകുന്നത്.